വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ഇനി ചരക്കുകൾ റോഡ് മാർഗം കൊണ്ടുപോകാം. പൂർണ്ണതോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതിയായിരിക്കുന്നു. റെയിൽ വഴിയുള്ള ചരക്ക് നീക്കവും ഇതിലൂടെ സാധ്യമാകും. ഹാൻസ് ജോൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, വിഴിഞ്ഞത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് പൂർത്തിയായത്? ബിനിൽ, ഇതുവരെയും ഈ വിഴിഞ്ഞത്തെത്തുന്ന മദർഷിപ്പുകളിൽ നിന്ന് മറ്റ് ഷിപ്പുകളിലേക്ക് ചരക്ക് മാറ്റിയതിന് ശേഷമായിരുന്നു സംസ്ഥാനത്തിൻ്റെയും അതിനോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് ചരക്ക് എത്തിച്ചിരുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും അല്ലെങ്കിൽ ഈ ചരക്ക് നീക്കത്തിന് ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനിപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചിരിക്കുന്നു. പൂർണ്ണതോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിനാണ് അനുമതിയായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ഈ ഷിപ്പിലൂടെ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കരമാർഗവും ഇനി ചരക്ക് നീക്കം സാധ്യമാകും. വലിയ രീതിയിലുള്ള ചരക്ക് നീക്കം ഇതിലൂടെ സാധ്യമാകുമെന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ അധികൃതർ വ്യക്തമാക്കുന്നത്. റോഡ് മാർഗവും റെയിൽ മാർഗവും ഇനി മദർഷിപ്പുകളിൽ നിന്ന് വരുന്ന ചരക്കുകൾ സംസ്ഥാനത്തും രാജ്യത്തും കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ക്രൂ ചേഞ്ചിങ്ങും ഇനി വിഴിഞ്ഞത്ത് സാധ്യമാകും. സാധാരണഗതിയിൽ ഈ മദർഷിപ്പിൽ വരുന്ന ക്രൂ കടലിൽ വെച്ച് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ മദർഷിപ്പിൽ വരുന്ന ക്രൂ അംഗങ്ങൾക്ക് വിഴിഞ്ഞം തുറമുഖത്ത് ഇറങ്ങുകയും അതിനുശേഷം ചേഞ്ച് സാധ്യമാകുകയും ചെയ്യും. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുമതി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബിനിൽ, ശരി, ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്.